പാപം ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണോ അതോ പുറത്താണോ? യഹൂദർ വിശ്വസിച്ചിരുന്നും പഠിപ്പിച്ചിരുന്നും പാപം ഇരിക്കുന്നത് പുറത്താണ്. അതുകൊണ്ട് തന്നെ പാപം ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ഒരു അകലം പാലിച്ചു വരുന്നതാണ്. അതാണ് വിശുദ്ധി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ജെൻറ്റൈൽസ്, സമരിയക്കാർ അവർ പാപികളാണ്, അവരുമായിട്ട് ബന്ധം പാടില്ല എന്നൊരു പറഞ്ഞു. ചില ഭക്ഷണ സാധനങ്ങൾ കൊള്ളില്ല എന്നൊരു പഠിപ്പിച്ചു, ചില വസ്ത്രങ്ങൾ കൊള്ളില്ല എന്ന് പഠിപ്പിച്ചു, ചില സ്ഥലങ്ങൾ കൊള്ളില്ല എന്ന് പഠിപ്പിച്ചു, ചില വസ്തുക്കൾ കൊള്ളില്ല എന്ന് പഠിപ്പിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് വിശുദ്ധി എന്നവർ കരുതി. ഇനി അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടോ സ്ഥലങ്ങളായിട്ടോ ബന്ധപ്പെടുമ്പോൾ കോണ്ടാക്റ്റിലെത്തിയാൽ അവർ അശുദ്ധരാണ്. അപ്പോൾ പിന്നെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകണം, കഴുകണം. അപ്പോൾ പാപം അത് മുഴുവനായും പുറത്തിരിക്കുന്നുവെന്ന് വിചാരിച്ചിരുന്ന യഹൂദർ, അവരുടെ മുന്നിലാണ് ഈശോന്നത് ഗോസ്പൽ പറയുന്നത്. പാപം ഇരിക്കുന്നത് നിങ്ങളുടെ പുറത്തല്ല, പാപം ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. അത് നിൻ്റെ ഹൃദയമാണ്. ഇറ്റ് ഈസ് യുവർ ഹാർട്ട്. ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സ്ഥലം അത് നിൻ്റെ ഹൃദയമാണെന്ന് ഈശോ പറയാം. അത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവർ വീണ്ടും ചോദിക്കണേ, നമുക്ക് മനസ്സിലായില്ല. ഇന്നത്തെ ഗോസ്പലിൽ 9 വാക്യങ്ങളുള്ളൂ. അതിൽ 4 തവണയാണ് ഈശോ പറയുന്നത് പുറത്തുനിന്ന് ഉള്ളിൽ കയറുന്നതല്ല, നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നതാണ് നിന്നെ അശുദ്ധനാക്കുന്നത്. ഇറ്റ് മേക്സ് യു സിൻഫുൾ. നമ്മുടെ ഹൃദയമാണ് പ്രോബ്ലം. ഇത് ഈശോയ്ക്ക് മുമ്പ് തന്നെ ജെറമ്യ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ജെറമ്യ 17:9 പറയുന്നു, ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്, അതിനാർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഏറ്റവും ദുഷിച്ചത് നമ്മുടെ ഹൃദയം. നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. പാപത്തിൻ്റെ സോസ് മുഴുവൻ പുറത്തിരിക്കുന്നെന്ന് കരുതിയാണ് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി നടന്നു പോകുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന പ്രശ്നം. അപ്പം എന്തു വേണം? ഒരു പുതിയ ഹൃദയം വേണം. ഇപ്പം നിലവിലുള്ള ഹൃദയം പോരാ, ഒരു പുതിയ ഹൃദയം. സങ്കീർത്തനം 51:10 പ്രാർത്ഥന ഉണ്ടല്ലോ, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം എന്നെ നിക്ഷേപിക്കണമേ. വി നീഡ് എ ട്രാൻസ്പ്ലാന്റേഷൻ. ഒരു പുതിയ ഹൃദയമാണ് ദൈവം നമുക്ക് നൽകേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്.